ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തേതും നല്ലൊരു അടിപൊളി കിച്ചൺ ടിപ്സൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും തരാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ടിപ്പ്, രാത്രി കിച്ചണൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ സിങ്കിൻ്റെ അടിയിൽ കൂടിയൊക്കെ പല ജന്തുക്കളും ഇഴജന്തുക്കളും കയറി വരും. അപ്പോൾ അത് വരാതിരിക്കാനുള്ള ടിപ്പാണ്. ഉള്ളിയുടെ മുഖം ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് വെച്ചാൽ ആ സ്മെല്ലുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ ജന്തുക്കളൊന്നും കയറി വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഞാനിവിടെ എന്നും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പീലറിൻ്റെ ഒക്കെ മോർച്ച കുറഞ്ഞാൽ ഇതുപോലെ ഈ പച്ചക്കറിയൊക്കെ സ്ലൈസ് ചെയ്യുന്ന വെച്ചിട്ട് ഒന്ന് ഇത് കണ്ടോ, ഇതുപോലെ ഒന്നവിടെ വരുത്തി കൊടുത്താൽ മതി. നല്ല മൂർച്ച കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. ഇതെനിക്ക് നല്ലൊരു റിസൾട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയുടെ തോലൊക്കെ ചെത്തുമ്പോൾ മൂർച്ച കമ്മിയാവും. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഒരതിയാൽ നല്ല മൂർച്ച കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ പപ്പടമൊക്കെ ഒരുപാട് വാങ്ങുമ്പോൾ ഞാനിപ്പോൾ അധികം ഒരു 100 രൂപക്കൊക്കെ പപ്പടം മേടിച്ച് കൊണ്ടുവരും. അപ്പോൾ അത് കേടുവരും, കുറേ കഴിഞ്ഞാൽ ഒരു ചുവപ്പ് കളറൊക്കെ വരും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഉലുവ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് എത്ര മാസം വേണമെങ്കിലും പപ്പടത്തിനൊരു കംപ്ലൈൻറ്റും കൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ഈ ജനലൊക്കെ ഇത് കണ്ടോ, ഹാഫ് അടയും ഫുള്ളായിട്ട് അടയില്ല. അതായത് ഇങ്ങനെ ചീർക്കുക പറയും നമ്മളിവിടെയൊക്കെ, പല നാട്ടിലും പലതാവും. അപ്പോൾ ഈ വാതിലായാലും ജനലൊക്കെ ഇങ്ങനെ അടക്കാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ ഉള്ളൊരു ടിപ്പാട്ടോ. പെട്ടെന്ന് നമുക്കത് എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ അധികം ഇതുപോലെ ചീർക്കും. പിന്നെ നമ്മൾ നല്ലോണം അങ്ങോട്ട് തട്ടുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ അത് പെട്ടെന്ന് സ്മൂത്തായിട്ട് അടയാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പം നമ്മൾ അതിന് വേണ്ടത് വെറും 10 രൂപയാണ് കേട്ടോ. 10 രൂപേൻ്റെ മെഴുകുതിരി ഉണ്ടല്ലോ, നമ്മൾ ഈ മെഴുകുതിരി വാങ്ങിയിട്ട് ആ കയറാത്ത ഭാഗത്തു കൂടി നല്ലോണം അങ്ങോട്ട് വരച്ച് കൊടുത്താൽ, ഇതുകൊണ്ടോ ഇതുപോലെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക, നല്ലോണം വരച്ച് കൊടുക്കുക. അപ്പോൾ ഏത് കയറാത്ത വാതിലായാലും ജനലായാലും പെട്ടെന്ന് അടഞ്ഞ് ലൂസായി കിട്ടും കേട്ടോ. നമ്മൾ ഈ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് വാതിലും ജനലൊക്കെ നന്നായിട്ട് അടക്കും തുറക്കും ചെയ്യുമ്പോൾ അത് വാതിലിനും ജനലിനൊക്കെ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഇതുണ്ടോ, ഞാൻ കുറച്ചേ ഒരതിയിട്ടുള്ളൂ. ആ ഒരു ഭാഗത്തു കൂടി നല്ലോണം ഇതുപോലെ ഒന്ന് ഒരതി പിടിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ജനലടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ, പെട്ടെന്ന് അതാണ്ട് ക്ലോസ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോഴും ഒന്നിട്ട് ഇതുണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് അടഞ്ഞിരുന്നില്ല, ഹാഫുള്ളൂ. ഇപ്പോൾ ഏകദേശം അത് ഫുള്ള് ഇതുപോലെ ക്ലോസ് ചെയ്യാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ആ ടൈറ്റ് മാറാൻ നമ്മൾ 2 ദിവസം ഇങ്ങനെ ഒരതേണ്ടി വരും. അങ്ങനെ ഒരതി 2 ദിവസം ഇതുമ്പോൾ മെനക്കെട്ടാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെഴുകുതിരി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരതി പിടിപ്പിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണ്ട കേട്ടോ.